നമ്മുടെ ചാനലിലേക്ക് JR ഓപ്ഷൻ ഇൻസൈറ്റ്സ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിബിനാണ്. ഇന്ന് മുതൽ ഞാനൊരു ജസ്റ്റ് ഒരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. വേറെ ഒന്നുമല്ല, ഞാൻ എടുക്കുന്ന എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പുകളും എൻ്റെ ഓപ്പർച്യൂണിറ്റികളുമാണ്. ഓരോ ദിവസത്തെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ കൂടുതലും ട്രേഡുകൾ ചെയ്തത് നിഫ്റ്റി എന്ന അണ്ടർലൈൻ അസറ്റിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്ഷൻസ് ബൈ ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റിനെ പറ്റിയിട്ട്, ഡെറിവേറ്റീവ് സെഗ്മെന്റ് എന്താണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. അപ്പൊ നിഫ്റ്റി എന്ന അണ്ടർലൈൻ അസറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നു. ഇതാണ് നിഫ്റ്റി 50 എന്ന് പറയുന്ന ഡെറിവേറ്റീവ് സെഗ്മെന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്ഷൻ പ്രീമിയത്തിൽ നമ്മൾ ട്രേഡ് ചെയ്യും, ഓപ്ഷൻസിൽ. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഒന്നും തന്നെ ഇല്ല, നിഫ്റ്റി താഴേക്കാണ് പോകുന്നതെങ്കിൽ, അതായത് നിഫ്റ്റിയുടെ ഓരോ പ്രൈസ്, ഇപ്പം നിഫ്റ്റിയുടെ കറണ്ട് പ്രൈസ് നിൽക്കുന്നത് 25,510 എന്ന് പറയുന്ന പ്രൈസിലാണ് നിൽക്കുന്നത്. അപ്പം ആ 25,510 നാളെ ഒരു പക്ഷേ വരുന്ന നെക്സ്റ്റ് ഡേ ട്രേഡിംഗ് ചെയ്യുന്ന ദിവസം 25,510 മുകളിലേക്കാണ് പ്രൈസ് മൂവ് ചെയ്യുന്നതുണ്ടെങ്കിൽ നമ്മൾ കോളിലാണ് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടത്. ഇനി മീൻസ് മാർക്കറ്റ് ആ പ്രൈസിൽ നിന്ന് താഴേക്കാണ് വരുന്നുണ്ടെങ്കിൽ പുട്ടിലാണ് ഓപ്പർച്യൂണിറ്റി. അതായത് നിഫ്റ്റി മുകളിലേക്ക് പോകുമ്പോൾ കോള് വാങ്ങിക്കുക, നിഫ്റ്റി താഴേക്ക് വരുമ്പോൾ പുട്ട് വാങ്ങിക്കുക. അതാണ് ഒരു ബേസിക്. അപ്പൊ നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമേ നമുക്കൊരു വ്യൂ ഉണ്ടായിരിക്കണം. ഇന്ന് പുട്ടിലാണോ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഉള്ളത് അല്ലെങ്കിൽ കോളിലാണോ ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്ന് നമുക്കൊരു വ്യൂ നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഇത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് 7/11/2025. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ മോർണിംഗിൽ വരുമ്പോൾ, ഇത് ഓൾറെഡി മാർക്കറ്റ് കഴിഞ്ഞു. ഒരു ദിവസം നമ്മൾ മോർണിംഗിൽ വരുമ്പോൾ തൊട്ട് തലേ ദിവസത്തെ ട്രെൻഡ് എന്താണ് എന്ന് നമ്മൾ നോക്കണം. തൊട്ട് തലേ 2 ദിവസത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് 4-ാം തീയതിയും അതേപോലെ തന്നെ 6-ാം തീയതി. 5-ാം തീയതി മാർക്കറ്റിലായിരുന്നു. 4-ാം തീയതിയും 6-ാം തീയതിയും 6-ാം തീയതിയും മാർക്കറ്റ് ഒരു ബിയറിഷ് ആണ്, ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇന്നത്തെ ദിവസം വരുമ്പോഴും ആ ഒരു ട്രെൻഡ് തുടരാനാണ് സാധ്യത. അപ്പൊ നമ്മളുടെ ഒരു വ്യൂ നിൽക്കുന്നത് പിയിലായിരുന്നു എനിക്ക് വ്യൂ ഉണ്ടായിരുന്നത്. ഞാൻ കൂടുതലും കാര്യങ്ങൾ, സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓപ്ഷൻസിന്റെ ചാർട്ടിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് തന്നെ എന്ന് പറയുന്ന എൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഓപ്ഷൻസിന്റെ ചാർട്ടാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ നമ്മളൊരു സ്ട്രൈക്ക് പ്രൈസ് കൂടി നമ്മൾ ചൂസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സ്ട്രൈക്ക് പ്രൈസ് കൂടി നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട സ്ട്രൈക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 1000ന്റെ ഗുണിതമോ അല്ലെങ്കിൽ 500ന്റെ ഗുണിതമോ ആയ സ്ട്രൈക്ക് പ്രൈസുകളെ സെലക്ട് ചെയ്യാവൂ. 50ന്റെ ഗുണിതങ്ങൾ ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യാറില്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് സ്ട്രൈക്ക് പ്രൈസുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. 25,400, 25,500, 25,600 അങ്ങനെ സ്ട്രൈക്കുകളുണ്ട്. ഓക്കെ, അപ്പൊ എപ്പോഴും ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് നിൽക്കുന്നത് 25,550 ആണെന്ന്, അല്ലെങ്കിൽ 510 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ട്രൈക്ക് ആയിരിക്കും അറ്റ് ദ മണി. അപ്പൊ അതിനോട് മുകളിലുള്ള ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ കണ്ടു കഴിഞ്ഞാൽ വേണം കോൾ സൈഡാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അതേപോലെ തന്നെ പുട്ട് സൈഡാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് പി, അതേപോലെ തന്നെ സി. അപ്പൊ കോൾ സൈഡിൽ ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ഇൻ ദ മണിയാണ്. അതേപോലെ തന്നെ ഷെയ്ഡ് ഇല്ലാത്ത വൈറ്റ് കളറിലെ റീജിയൻ കാണുന്നത് ഔട്ട് ഓഫ് ദ മണിയാണ്. ഫുഡ് സൈഡിലും അതേപോലെ തന്നെ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ഇൻ ദ മണിയാണ്, ഷെയ്ഡ് ഇല്ലാത്ത വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഔട്ട് ഓഫ് ദ മണിയാണ്. ഓക്കെ, ഇതെല്ലാം ബേസിക് ആണ്. ഫസ്റ്റ് വീഡിയോ ആയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ ഇത് പറയില്ല. അപ്പൊ നമ്മൾ ലൈവ് മാർക്കറ്റിൽ രാവിലെ വരുമ്പോൾ ഒന്നുകിൽ ഇൻ ദ മണി അല്ലെങ്കിൽ ഇൻ ദ മണിയോട് ചേർന്ന് കിടക്കുന്ന അറ്റ് ദ മണിയാണ് ഞാൻ എപ്പോഴും എടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസ്. അത് കൂടുതലും അതിന്റെ പ്രൈസ് റേഞ്ച് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് 70 to 120 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച്. അതായത് സപ്പോർട്ട് റേഞ്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ആ ഒരു പ്രൈസ് വരേണ്ടത് 70-നും 120-നും ഇടയിലായിരിക്കണം. അത് ഞാനത് ചാപ്റ്റർ വരുമ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇപ്പൊ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് ഇപ്പൊ 25,500 ആണ് സിയിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന സ്ട്രൈക്ക്. അതേപോലെ തന്നെ 25,400 അല്ലെങ്കിൽ 25,500 ഇതായിരിക്കും ഞാൻ ലൈവ് മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ പ്രിഫർ ചെയ്യുന്ന സ്ട്രൈക്കുകൾ. കാരണം ഇതാണ് അറ്റ് ദ മണി അല്ല ഇൻ ദ മണിയോട് ചേർന്ന് കിടക്കുന്ന സ്ട്രൈക്ക് പ്രൈസ്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്നത്തെ എൻ്റെ വ്യൂ പി ആയിരുന്നു. അതിന് നിഫ്റ്റി കഴിഞ്ഞ 2 ദിവസത്തെ ഡെയിലി ചാർട്ട് നോക്കിയിട്ട് ഞാനത് പറഞ്ഞു പി ആയിരുന്നു എൻ്റെ വ്യൂ എന്നുള്ള കാര്യം. ഓക്കെ,
ഇത് ഞാൻ ജസ്റ്റ് ഇതിൽ എൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസുകളൊക്കെ കിടപ്പുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറൈസ് ചെയ്യാണ്. എല്ലാം ഒന്ന് ഇറൈസ് ചെയ്തു. ഇപ്പോൾ പ്ലെയിൻ ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ എൻ്റെ ഓൾറെഡി വ്യൂ എന്ന് പറയുന്നത് പുട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇത് രാവിലെ മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനൊരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഇടാം. മാർക്കറ്റ് എന്താണ്, ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. ഓൾറെഡി എന്താണ്, തലേ ദിവസത്തെ ട്രെൻഡ് താഴേക്ക് കണ്ടിന്യൂ ചെയ്യായിരുന്നത്. അതായത് പുട്ടിലാണ് രാവിലെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ്, ഒരു ട്രെൻഡ് പുട്ടിലുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പുട്ടിലാണ് നമ്മുടെ വ്യൂ എന്ന് നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി ഓപ്ഷൻസിന്റെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 25,600 ഞാൻ എടുത്ത ഒരു പ്രൈസ് റേഞ്ച് സ്ട്രൈക്ക്. അതായത് 25,600 എന്ന് പറയുന്നത് ഇൻ ദ മണിയാണ്. അന്ന് ലൈവ് മാർക്കറ്റിൽ ഇന്ന് ഡേ ടൈമിൽ 25,600 എന്ന് പറയുന്നത് അറ്റ് ദ മണിയോട് ചേർന്ന് നടക്കുന്ന ഒരു സ്ട്രൈക്ക് പ്രൈസ് ആയിരുന്നു. ഓക്കെ, ഇത് തന്നെയാണെങ്കിലും ഇത് നമ്മളിനി ആദ്യം മാർക്ക് ചെയ്യേണ്ട ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ PDL റേഞ്ചും അതുപോലെ തന്നെ PDH നമ്മൾ മാർക്ക് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് ലൈനിൽ നിങ്ങളെ മാർക്ക് ചെയ്ത് കാണിച്ചു. ഇതെന്താണ്, ഒരു PDLും അതേപോലെ തന്നെ PDHും ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് രാവിലെ തന്നെ മാർക്കറ്റ് ഇതായിരുന്നു ഓപ്പൺ ചെയ്തത്. 7-ാം തീയതി നല്ലൊരു ഹ്യൂജ് ക്യാൻഡിൽ മാർക്കറ്റ് എന്താണ്, നമ്മുടെ ഓപ്ഷൻസിന്റെ പ്രീമിയം ചാർട്ടിൽ നോക്കുമ്പോൾ നല്ല ഗ്യാപ്പ് അപ്പിൽ പോയി. അതായത് നിഫ്റ്റി ഗ്യാപ്പ് ഡൗണിൽ വന്നു, പുട്ട് അന്നേരം നല്ല രീതിയിൽ കയറി. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ എന്താണ്, PDH എന്ന് പറയുന്ന ആ ഒരു ലെവലിനെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യപ്പെട്ടു. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കൺഫർമേഷൻ കിട്ടി. പുട്ടിൽ എന്താണ്, ബയേഴ്സ് സ്ട്രോങ് ആണ്. അതുകൊണ്ടാണല്ലോ തലേ ദിവസത്തെ PDH പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ കാരണമായത്. അതേപോലെ തന്നെ ഇനി കോൾ സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കോൾ സൈഡിൽ 25,500 കോള് നോക്കാം. ഓക്കെ, ഇതായിരുന്നു തലേ ദിവസത്തെ PDL. അതായത് ഇന്ന് 7 അതിന് തൊട്ട് മുന്നത്തെ ദിവസം തലേ ദിവസത്തെ PDL ആണ്, അതേപോലെ തന്നെ PDH ആണ്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ കോൾ സൈഡിൽ സംഭവിച്ചത് എന്താണ്, ഈ PDL സ്ട്രോങ് ആയിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്തു. അപ്പൊ അതിനർത്ഥം എന്താണ്, ഇവിടെ സെല്ലേഴ്സ് വളരെ ആധിപത്യം സ്ഥാപിച്ചു. സെല്ലേഴ്സ് ഇവിടെ സ്ട്രോങ് ആണ്. ഇത് സെല്ലേഴ്സ് തിങ്ങിക്കൂടി നിൽക്കുന്ന ചാർട്ടാണ്. അപ്പൊ നമ്മൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഒരിക്കലും വന്ന് ഇവിടെ ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അപ്പൊ കോള് ഓൾറെഡി നമ്മുടെ ലിസ്റ്റിൽ നിന്ന് കട്ടായി. അപ്പൊ പുട്ടാണെന്നുള്ള കാര്യം നമ്മൾ ഫിക്സ് ചെയ്തു. എന്നാണ് കോളിന്റെ ഒരു ഓൾറെഡി ചാർട്ട് കൂടി ഒന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. കോളിന്റെ ചാർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് അതിൽ എന്താണ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് ആണ്. പ്രൈസ് താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓരോ ലോവർ ഹൈയും അതേപോലെ തന്നെ ലോവർ ലോയും ക്രിയേറ്റ് ചെയ്ത് ഡൗൺ ട്രെൻഡ് ആണ് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് അല്ലെ. അപ്പൊ രാവിലെ തന്നെ മാർക്കറ്റ് എന്താണ്, PDL ബ്രേക്ക് ചെയ്തു. ഒരു ഡൗൺ ട്രെൻഡിന്റെ ഒരു ലോവർ ലോ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം PDL രാവിലെ തന്നെ ബ്രേക്ക് ചെയ്തു. അപ്പൊ നമുക്കൊരു കൺഫർമേഷൻ നമ്പർ 1 നമുക്ക് ഇവിടുന്ന് കിട്ടി. PDL ബ്രേക്ക് ചെയ്തു. ഒരു കൺഫർമേഷൻ എന്താണ്, പുട്ടിന്റെ സൈഡിൽ PDHും ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെൻഡ് നമുക്ക് പുട്ടിലാണ് എന്നുള്ള കാര്യം ക്ലിയർ ആയി. ഇനി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത്, വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബയർ നിൽക്കുന്ന ലൊക്കേഷൻ കണ്ടെത്തണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാർക്കറ്റ് അതിന്റെ തലേ ദിവസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ എന്ന് മാർക്കറ്റ് എന്താണ്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നു. ഈ ഒരു ലെവൽ എത്തിയപ്പം ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് വന്നു. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകുന്നു. ഇവിടെ വന്ന് ടച്ച് ചെയ്തു, ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് നടത്തി. എന്നിട്ട് വീണ്ടും എന്താണ്, അത് ഫോൾസ് ബ്രേക്ക് ഔട്ട് ആണ്. മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നു. എന്നിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ബൈ നടത്തി. ഈ ഒരു ലെവലിൽ നിന്ന് എന്തുകൊണ്ട് ബൈ നടത്തി, നേരത്തെ ബൈ നടത്തിയ ലൊക്കേഷനുകളായിരുന്നു അല്ലേ. അപ്പൊ സിമ്പിൾ ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് അവിടെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ മാർക്കറ്റ് അവിടെ നിന്നൊക്കെ പ്രൈസ് മുകളിലേക്ക് ചെന്നിട്ട് എന്താണ്, മാർക്കറ്റ് വീണ്ടും ഇന്നത്തെ ദിവസം 7-ാം തീയതി എന്താണ്, നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി. 7-ാം തീയതി മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പൊ ഇനി നമ്മുടെ പരിപാടി കാണാം. ഞാൻ ജസ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചു എന്നേ ഉള്ളൂ. അപ്പൊ PDH ബ്രേക്ക് ചെയ്യാൻ കാരണമായ അവസാനത്തെ ബയർ ഇവിടെ അല്ലായിരുന്നു ബൈ. അതായത് ഇവിടുന്ന് ബൈ ചെയ്തു, ഇവിടുന്ന് വീണ്ടും ബൈ ചെയ്തു. മാർക്കറ്റ് വീണ്ടും ആ ഒരു ലൊക്കേഷനിലേക്ക് ഇറങ്ങി വന്നു. ഏതാണ്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക് ഇറങ്ങി വന്നു. വീണ്ടും ബൈ എടുത്തു. മാർക്കറ്റ് എന്താണ്, ഇന്നത്തെ ദിവസം PDH സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് പോയി. അപ്പൊ ആ PDH ബ്രേക്ക് ചെയ്യാൻ കാരണമായ അവസാനത്തെ ബയർ നിൽക്കുന്നത് ഈ ഒരു ലൊക്കേഷനാണ്.
എന്താണ് 110 111 എന്ന് പറയുന്ന റേഞ്ച്. ഇവിടെയാണ് ഞാൻ പറയുന്നത് 70നും 120നും ഇടയിലായിരിക്കണം നമ്മളുടെ എൻട്രി പ്രൈസ് വരേണ്ടത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൈസ് റേഞ്ച് കറക്റ്റ് ആണ് അല്ലേ, 70നും 120നും ഇടയിലാണ്. അപ്പൊ ഇത് ഞാനൊരു ബയർ നിൽക്കുന്ന ലൊക്കേഷൻ ഞാൻ അവിടെ കണ്ടെത്തി അല്ലെ. ഇതെന്താണ് 70നും 120നും ഇടയ്ക്ക് നിൽക്കുന്ന പ്രൈസ് റേഞ്ച് ആണ്. അവിടെ നിന്ന് എന്താണ് സ്ട്രോങ് ആയിട്ട് രാവിലെ ബൈങ് നടത്തി. അപ്പൊ ആ ബൈങ് നടത്തി നമുക്ക് എത്രത്തോളം ബയേഴ്സ് അവിടെ നടത്തി പോയിന്റ് കയറിയിട്ടുണ്ടെന്ന് നമ്മുടെ മെഷർമെന്റ് ടൂൾ വെച്ച് പ്രൈസ് റേഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിന്നല്ലേ അത് ബൈങ് നടത്തി എത്രത്തോളം പോയിന്റ് അവിടെ നിന്ന് പോയി, ഏതാണ്ട് ഒരു 166 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അതും നമുക്കൊരു കൺഫർമേഷൻ ആണ്. എബോവ് ഒരു 40 പോയിന്റ്സ്, എബോവ് 40 പോയിന്റ്സ് അവിടുന്ന് നമ്മൾ കണ്ടെത്തിയ ഒരു ലൊക്കേഷനിൽ നിന്ന് എബോവ് 40 പോയിന്റ്സ് മാർക്കറ്റിന് മൂവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നമുക്കൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. എന്തിന്? ആ ഒരു ലൊക്കേഷനിൽ ബയർ ഉണ്ട്. അപ്പൊ ഇതായിരുന്നു ബയർ ഉണ്ടായിരുന്ന ലൊക്കേഷൻ. അപ്പൊ അത് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു വേറെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം. ഓക്കെ, ഇതൊരു ബയർ ഉണ്ടായിരുന്ന ലൊക്കേഷൻ ആണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ അവിടെ ഈ ഒരു ക്യാൻഡലിന്റെ 110 ആണ്, 110.45 ആണ് അതിന്റെ ഏറ്റവും ലോ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ഒരു 10 പോയിന്റ് കണക്കാക്കി എനിക്ക് എൻട്രി പരിഗണിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ ഒരു എൻട്രി പോയിന്റ് ഞാൻ ഇപ്പൊ നിലവിൽ എനിക്കൊരു രാവിലെ വന്നപ്പോൾ ഒരു എൻട്രി പോയിന്റ് എനിക്ക് ഫിക്സ് ആയി. എടുത്ത കൺഫർമേഷനുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അവിടുന്ന് 110.45 ആയിരുന്നു അതിന്റെ ലോ. അപ്പൊ അവിടുന്ന് ഒരു 10 പോയിന്റ് കണക്കാക്കി 120.45 ഞാൻ എൻട്രി ഫിക്സ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത് കറക്റ്റ് ഇത് ആക്യുറേറ്റ് വാല്യൂ ഇടണമെന്നൊന്നുമില്ല. 120 റൗണ്ട് ഫിഗർ 121 122 ഒക്കെ ഇടാം. അത് ആസ്യുവർ വിഷയം. ഞാനിപ്പോ പറയാൻ എളുപ്പത്തിൽ അത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ എൻട്രി അവിടെ ഫിക്സ് ചെയ്തു, ഒരു ലൈൻ മാർക്ക് ചെയ്ത് ഞാൻ കാണിച്ചു. ഓക്കെ, അപ്പൊ ഇനി മാർക്കറ്റ് അവിടേക്ക് വന്നോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് സംഭവിച്ചത്? ഓക്കെ, നമ്മൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ ഇപ്പൊ ഞാൻ 120.45 എന്ന് പറയുന്ന ഒരു പ്രൈസിലാണ് ഞാൻ എൻട്രി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഒരു ലോങ് പൊസിഷൻ ടൂൾ കൂടി വെച്ച് കാണിക്കാം. അപ്പൊ 125 നമ്മുടെ പ്രൈസ് എത്തിയപ്പോൾ എന്തായിരുന്നു സംഭവം? അപ്പൊ അതിന്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കേണ്ടത് എപ്പോഴും എന്താണ്, അതായത് 110.45 ചേർത്ത് പരാപരം സ്റ്റോപ്പ് ലോസ് ഇടുക. അത് ഒരു 2 പോയിന്റ് അല്ലെങ്കിൽ 3 പോയിന്റ് എക്സ്ട്രാ വെക്കുക. ഒരു 12 പോയിന്റ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു എൻട്രി എടുക്കുന്നത്. ഇന്ന് ഇവിടുന്ന് എൻട്രി എടുത്തപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഓക്കെ, അത് സ്വാഭാവികമാണ്. അപ്പൊ നമ്മളുടെ അടുത്ത ഒരു പാഠം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കളയാൻ പാകമായ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ വരാൻ. അതിനപ്പുറം നമ്മൾ മാർക്കറ്റിൽ പൈസ കൊടുക്കില്ല. ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ വരാനായിട്ട്. അപ്പോൾ ഓക്കെ, 12 പോയിന്റ് എനിക്ക് അവിടെ നഷ്ടമായി. എനിക്ക് അവിടെ ഒരു പോയിന്റ് പോലും തരാതെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. പക്ഷെ നമ്മൾ എടുത്ത ലൊക്കേഷൻ കറക്റ്റ് ആയിരുന്നു. കാര്യം ബയേഴ്സ് ഉള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു ഇത് അല്ലേ. ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്തു, PDH ബ്രേക്ക് ചെയ്തു. അതായത് നിയറസ്റ്റ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ കാരണമായ ഒരു ബയേഴ്സ് നിന്ന ലൊക്കേഷൻ ആയിരുന്നു നമ്മൾ കണ്ടത്. അതൊരു സപ്പോർട്ട് ലൊക്കേഷൻ ആയിരുന്നു. ഓക്കെ, ഇൻ കേസ് നമുക്ക് അവിടുന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഓക്കെ, നമ്മൾ ആ ലോസ് അക്സെപ്റ്റ് ചെയ്തു, നമ്മൾ അവിടുന്ന് മാറി. ഇനി ലോസ് ഈസ് പാർട്ട് ഓഫ് ദ ഗെയിം ആണ്. ഓക്കെ, ലോസ് വരാം, പ്രോഫിറ്റും വരാം. എപ്പോഴും പ്രോഫിറ്റ് മാത്രമല്ല വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ 12 പോയിന്റ് നഷ്ടമായി. ഓക്കെ, ഞാൻ മാർക്കറ്റിൽ നിന്ന് ലീവ് ചെയ്തു. വീണ്ടും ഞാൻ എന്താണ്, ആ ഒരു പ്രൈസിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? നമ്മൾ വരച്ചിട്ട പ്രൈസിൽ സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ മാർക്കറ്റ് ജസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്തു, ടാപ്പ് ചെയ്തിട്ട് എന്താണ്, മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പൊ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണലിന്റെ ഒരു സാന്നിധ്യം കൂടി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ക്യാൻഡിൽ കണ്ടില്ലേ, അതായത് 13.26, അതായത് 1.26 ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസൻസ് ഉള്ള ഒരു SMC ക്യാൻഡിലാണ്, ഒരു സ്മാർട്ട് മണി ക്യാൻഡിലാണത്. കാര്യം ആ ഒരൊറ്റ ക്യാൻഡിലിൽ തന്നെ മാർക്കറ്റ് 30 പോയിന്റോളം മൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാൻഡിൽ, ഒരു സിംഗിൾ ക്യാൻഡിൽ ഇത്രയും പോയിന്റ് ഒക്കെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീറ്റെയിലേഴ്സിനെ കൊണ്ട് പറ്റില്ല. അതൊരിക്കലും ഒരു മ്യൂച്വൽ ഫണ്ടോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസൻസ് അവിടെ ഉണ്ട്, അവർക്ക് മാത്രമേ ഇത്രയും ക്യാൻഡിലൊക്കെ, സിംഗിൾ ക്യാൻഡിൽ ഇത്രയും മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം സെല്ലേഴ്സ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിൽ നമുക്ക് അവിടെ കൺഫർമേഷൻ തന്നു. എവിടെയാണ്? നമ്മുടെ ബയേഴ്സ് തിങ്ങിക്കൂടിയിരിക്കുന്ന മേഖലയിലാണ് സെല്ലേഴ്സിന്റെ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ വന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് വേണ്ടത്? നമ്മൾ അവിടെ നിന്നു, നമുക്ക് എൻട്രി ഇട്ടു, നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം.
അപ്പൊ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിൽ ഇനി നമുക്കൊരു ട്രേഡ് എടുക്കണമെങ്കിൽ ഈ സെല്ലേഴ്സിന് കൺഫർമേഷൻ കിട്ടിയ ക്യാൻഡില് മുകളിലേക്ക് നല്ല രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് കൊടുക്കണം. അത് കൊടുക്കാത്ത പക്ഷം നമുക്ക് പുട്ടിൽ ഇനി ഒരു ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ രാവിലെ നമ്മൾ കൺഫർമേഷൻ ഒക്കെ എടുത്ത് പുട്ടിലാണ് നമ്മളുടെ ട്രേഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, രാവിലെ നമുക്ക് മാർക്കറ്റ് ഒരു പണി തന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ഇനി വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നെക്സ്റ്റ് ട്രേഡ് എടുക്കാവൂ. അപ്പൊ ഈ ഒരു ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് ഇവിടെ ബ്രേക്ക് ഔട്ട് നടത്തി. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ സ്ട്രോങ് ആയിട്ട് രാവിലെ ബ്രേക്ക് ഔട്ട് നടത്തി അല്ലേ. അപ്പൊ ആ ഒരു സെല്ലേഴ്സിന് അത്രയും സെല്ലേഴ്സിന് കൺഫർമേഷൻ കൊടുത്ത ഒരു ക്യാൻഡിലാണ് സ്ട്രോങ് ആയിട്ട് ഇവിടുന്ന് ബൈ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് നടത്തിയത് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിരുന്ന ലൊക്കേഷൻ വെറുതെയാണോ? ആ ലൊക്കേഷനിൽ ബയേഴ്സ് ഉണ്ട്, പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചിട്ടാണ് അത് കയറിപ്പോയത് എന്ന് മാത്രം. അപ്പോൾ നമ്മൾ എന്താണ്, വീണ്ടും അതേ ലൊക്കേഷനിൽ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ എന്താണ്, വീണ്ടും അതേ ലൊക്കേഷനിൽ സിംഗിളോ കണ്ടുപിടിക്കുന്നു. അപ്പം ഈ ഒരു SMC ക്യാൻഡലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാൻ കാരണമായ ബയേഴ്സ് നിന്ന ലൊക്കേഷൻ ഇതാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഞാൻ കണ്ടെത്തുന്നു. 105.15 ആണ് അതിന്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ അവിടുന്ന് നമുക്ക് എന്താണ് 115 നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. 115.15 അല്ലെങ്കിൽ 115 ഒരു 116 റൗണ്ട് ഫിഗർ നമുക്ക് എടുക്കാം ആ ഒരു ഫിഗറിൽ. അപ്പൊ അവിടെ ഒരു ക്യാൻഡലിന്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ അതൊരു ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എൻട്രി വരുന്നത് ഇവിടെയൊക്കെ ആണെങ്കിലും ബെറ്റർ ആണ്. ഓക്കെ, അപ്പൊ പക്ഷേ അവിടേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് കൂടും. ആ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റ് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻട്രി എടുക്കാം. അതിൽ നിങ്ങൾക്ക് 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ളൂ എങ്കിൽ അതിനനുസരിച്ച് എൻട്രി താഴേക്ക് വയ്ക്കാം. ഓക്കെ, അപ്പൊ എപ്പോഴും എൻട്രി സ്റ്റോപ്പ് ലോസ് പരാപരം വെക്കരുത്, ആ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുമ്പോൾ ഇതിന്റെ ഈ ഒരു സിംഗിലൂടെ പരാപരം കൊണ്ട് വെക്കരുത്, ഒരു 2 പോയിന്റ് ബഫറൊക്കെ ഇട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാവും. ഓക്കെ, ഇനി അവിടേക്ക് എൻട്രി വന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഈ ഒരു SMC ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്യാൻ എന്താണ്, ഈ ബയേഴ്സിന് സ്ട്രെങ്ത് കാണിച്ചു. നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച ലൊക്കേഷൻ ആണ്. വീണ്ടും നമ്മൾ ആ ഒരു ലെവലിലേക്ക് വിശ്വസിക്കുകയാണ്. ഓക്കെ, അവിടേക്ക് നമുക്ക് എൻട്രി വന്നിട്ടുണ്ട് അല്ലേ. ഇത്തവണ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല അല്ലേ. പകരം എത്ര പോയിന്റ് തന്നു നമുക്ക്? അവിടുന്ന് 36-37 പോയിന്റ്സോടുകൂടി മാർക്കറ്റ് അവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ നമ്മുടെ SL ഹിറ്റ് ആയിട്ടില്ല. ഓക്കെ, ഇന്നത്തെ ഞാൻ കണ്ടുപിടിച്ച ലൊക്കേഷൻ ബയേഴ്സ് ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ലൊക്കേഷൻ എന്താണ്, റെസ്പെക്ട് ചെയ്തു. പ്രൈസ് ആക്ഷൻ പ്രകാരം അത് വർക്ക് ചെയ്തു. ഞാൻ ജസ്റ്റ് ഇന്ന് ഞാൻ എടുത്ത കൺഫർമേഷൻ ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തും കൂടി വെക്കാം. ഓക്കെ, അതും കൂടി ഞാൻ ജസ്റ്റ് പറയാം. അപ്പൊ നമുക്ക് വ്യൂ ഉണ്ടായിരുന്ന ചാർട്ട് P ആയിരുന്നു, അത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തതാണ്. കൺഫർമേഷൻ നമ്പർ 1 നമ്മുടെ വ്യൂ ചാർട്ട് PDH ബ്രേക്ക് ചെയ്തു, സ്ട്രോങ് ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക് ചെയ്തു. കൺഫർമേഷൻ നമ്പർ 2 നമുക്ക് വ്യൂ ഇല്ലാത്ത ചാർട്ടിനെ ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ചാർട്ട് എന്ന് വിളിച്ചു. ഓപ്പോസിറ്റ് ചാർട്ട് എന്താണ്, സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻഡിൽ കൊണ്ട് PDL അവിടെ ബ്രേക്ക് ചെയ്തു. കൺഫർമേഷൻ നമ്പർ 3 നിഫ്റ്റി പ്രീവിയസ് 2 ഡേയ്സ് ട്രെൻഡ് എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡ് ആയിരുന്നു, ബിയറിഷ് ആയിരുന്നു. ഓക്കെ, ഇത്രയും കൺഫർമേഷന്റെ പുറത്താണ് ഞാൻ പിയിലേക്ക് വ്യൂ സ്വിച്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് വണ് പിയിൽ ഒരു ബയർ നിന്ന ലൊക്കേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മളുടെ രീതി. ഓക്കെ, അപ്പൊ ഏകദേശം ഇന്ന് നമുക്ക് എൻട്രി വന്നത് കണ്ട് ഉച്ചയ്ക്ക് 1:30-ക്കാണ്. അപ്പൊ അത്രയും നേരം വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ കൂടി നമുക്ക് വേണം. അതാണ് സത്യത്തിൽ ട്രേഡിങ്ങിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മളുടെ ഒരു ഐഡന്റിഫൈ ചെയ്ത ലൊക്കേഷനിൽ വന്നാൽ മാത്രമേ അന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് എടുക്കാവൂ, അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് വേണ്ട എന്ന് നമ്മൾ നിൽക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് നമ്മളുടെ ഹിറ്റ് ആയതിനു ശേഷമാണ് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു മൂവ് കൂടെ കൊടുത്തത്. മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് കൊടുക്കുകയും ചെയ്തു, SMC ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയും ചെയ്തു. ഓക്കെ, പലപ്പോഴും ഏതാണ്ട് നമ്മളെ റേഞ്ചിൽ നിന്ന് 50 പോയിന്റിനെ അപ്പോൾ മൂവ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും മാർക്കറ്റ് ഒരു സ്ട്രോങ് മൂവ് കൊടുക്കുന്നത് പലപ്പോഴും ട്രാപ്പിംഗ് നടത്തിയതിനു ശേഷമാണ്. ഓക്കെ, ഇപ്പൊ ട്രാപ്പിംഗ് നമ്മളത് വീഴാതിരിക്കാം, അത് സ്വാഭാവികമാണ്. ട്രാപ്പിങ്ങിൽ വീണ് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കഴിഞ്ഞാൽ പാനിക്കായി വീണ്ടും പോയി ഓവർ ട്രേഡ് ചെയ്യാതെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നാണ് നല്ലൊരു ട്രേഡറിന്റെ ലക്ഷണം. നമ്മൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നെക്സ്റ്റ് ഉടനെ നമുക്ക് ഇവിടുന്ന് കിട്ടി, നമ്മൾ ആ ലോസ് അവിടുന്ന് റിക്കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെങ്കിൽ
ആ വീഡിയോ ഒന്നുകൂടെ കാണുക, വീണ്ടും കാണുക. അതുപോലെ ഇതുമായിട്ട് നിൽക്കുന്ന ഒരു 10 പേരിലേക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.